ടി ആചാരി വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ നാളെ ബിസിനസ് അവേഴ്സ് അവസാനിക്കുന്നതിന് മുമ്പ് എസ് ബി ഐയോട് വിവരങ്ങൾ കൈമാറാനും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയോട് 15 മാർച്ചോടുകൂടി വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്താനും വെബ്സൈറ്റിലൂടെ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്താനും ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സുപ്രീം കോടതി ഈ വിധിയുടെ അന്തസത്ത പാലിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കരുതാമോ? തീർച്ചയായിട്ടും ഇങ്ങനല്ലാതൊരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരാൻ സാധ്യതയില്ലായിരുന്നു. കാരണം വളരെ ശക്തമായും വ്യക്തമായും കഴിഞ്ഞ ഓർഡറിൽ ഇത് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞത് അത് സ്റ്റേറ്റ് ബാങ്ക് അത് കണക്കാക്കാതെ ജസ്റ്റ് 2 ദിവസം മുമ്പ് ഇത് എക്സ്പയർ ചെയ്യുന്ന 2 ദിവസത്തേക്ക് മുമ്പ് വന്ന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എക്സ്റ്റൻഷൻ വേണം എന്ന് പറയുന്നത് അത് സുപ്രീം കോടതിക്ക് അതിൻ്റെ സംഗതി മനസ്സിലായിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ 2 സൈലോസിലും ഉള്ള ഈ സൈലോസ് എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്ന ഒരു കൺഫ്യൂഷന് വേണ്ടിയാണ്. ഈ 2 സൈലോസിലുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ആണ്, റെഡിലി അവൈലബിൾ ആണെന്നാണ് സുപ്രീം കോടതി കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റെഡിലി അവൈലബിൾ ആയ ഒരു കാര്യം അത് സപ്ലൈ ചെയ്യാനും കൊളേറ്റ് ചെയ്യാനും ഒക്കെ 3 മാസം വേണമെന്നൊക്കെ പറയുന്നത് അത് സുപ്രീം കോടതി കുറേയധികം വാക്കുകൾ അവിടെ ഉപയോഗിച്ച് കളിക്കാൻ ശ്രമിച്ചു എന്നാണോ താങ്കൾക്ക്? സൈലോസ്, കൊളേറ്റ് ചെയ്യുക. അതെ, ഇതെല്ലാം ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ചെയ്തത്. ഹരീഷ് സാൽവെ അതിനകത്ത് വിജയിച്ചില്ല. അതാണ് അതിന്റെ പ്രധാന കാര്യം. ഹരീഷ് സാൽവെയുടെ പ്രസന്റേഷൻ ഞാൻ മുഴുവൻ ശ്രദ്ധിച്ചിരുന്നു. ഹരീഷ് സാൽവെ ഒരു കൺവിൻസിംഗ് ആയി അദ്ദേഹത്തിന് തന്നെ സ്വയം കൺവിൻസ്ഡ് ആയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അതിനകത്ത് നിന്ന്. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും വളരെ വ്യക്തമായ ഒരു ഓർഡറാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ആ രീതിയിൽ തന്നെ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നു. ഏറ്റവും നല്ല കാര്യം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ജഡ്ജ്മെന്റാണ്, ഒരു ഓർഡറാണിത് എന്ന് വേണം കരുതാൻ. ഇക്കാര്യത്തിൽ എന്താണ് എസ് ബി ഐയെ കൊണ്ട് ഇതിന് ജൂൺ 30 വരെ സമയം വേണം എന്ന് പറയിക്കാനുള്ള സാഹചര്യം എന്ന് ഒരു ഒരു വോട്ടർ എന്നുള്ള നിലയിൽ, ഒരു പൗരൻ എന്നുള്ള നിലയിൽ താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് സ്വാഭാവികമായിട്ടൊരു ബാങ്ക് ഇപ്പോൾ 60 കോടി രൂപ 60 കോടി അക്കൗണ്ടുള്ള ഒരു ബാങ്കാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ്, കംപ്ലീറ്റ്ലി ഡിജിറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു ബാങ്കാണ്. ആ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 22,000 ചില്ലുവാനം എന്ന് പറയുന്നത് നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ ജൂൺ 30 വരെ സമയം തേടിയിരിക്കുന്നത് എന്തിനായിരിക്കാം? ഇനി അതൊരു കോർപ്പറേറ്റ്, ഈ കോർപ്പറേറ്റ് ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്ര സംഭാവന നൽകി എന്നതിനപ്പുറത്തേക്ക് മറ്റ് വിശദാംശങ്ങൾ കൂടി ഇതിനകത്ത് ഉണ്ടാകുമെന്നാണോ നമ്മൾ കരുതേണ്ടത്? അല്ല, അത് തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷൻ ആണല്ലോ. ഏത് കോർപ്പറേറ്റ് ഹൗസ് ആണ് ഒരു പാർട്ടിക്ക് എത്ര കൊടുത്തിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഇൻഫർമേഷൻ, അതാണല്ലോ പ്രധാനം ഇൻഫർമേഷൻ. അതിനപ്പുറത്ത് വേറെ എന്തോ ഉണ്ടെന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ കോർപ്പറേറ്റ് ഹൗസസിന്റെ കോൺട്രിബ്യൂഷൻ ഏത് പാർട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത് കൂടുതൽ എന്നൊക്കെ ഉള്ള സംഗതി, ഈ ഇൻഫർമേഷനൊക്കെ ഒരുമാതിരി ഒരു ഉള്ള ഇൻഫർമേഷനൊക്കെ ആളുകളുടെ മുമ്പിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും ക്ലിയർ ആയിട്ട് അതിന്റെ ഡേറ്റ കയ്യിൽ കിട്ടുമ്പോൾ നാച്ചുറലി അത് എല്ലാവരും പിന്നെ കൺവിൻസ്ഡ് ആകുമല്ലോ അതിനെക്കുറിച്ച്. അതെ, പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെയും CPDT ആചാരി നമ്മൾ സ്വാഭാവികമായും ഈ ഇൻഫർമേഷൻ ലഭ്യമായാൽ മാധ്യമങ്ങൾ ഒരുപക്ഷെ വളരെ ചുരുങ്ങിയ മാധ്യമങ്ങളായിരിക്കാം ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും റിസർച്ച് നടത്തുന്നത്. സമീപകാലത്ത് ദ ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ടറിയും ഒരു പുതിയ വിവരം പുറത്തുവിട്ടു. ചില കോർപ്പറേറ്റുകളിൽ നിന്ന് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം വന്നത് അവരുടെ റെയ്ഡിന് മുമ്പിനും ശേഷമായിരുന്നു, റെയ്ഡിന് മുമ്പിനും പിമ്പുമായിട്ടുള്ള കാലഘട്ടത്തിലായിരുന്നു എന്ന്. അത് പക്ഷേ ചെറിയ ചില കണക്ക് മാത്രമാണ്. ഇതിപ്പോൾ BJPയുടെ മാത്രം കണക്ക് നോക്കിയാൽ 5,666 കോടി രൂപയുണ്ട് എന്നുള്ളതാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപക്ഷെ ഡിസ്റ്റൻറ്റ് സെക്കൻഡും തേർഡും ഒക്കെ ആണെങ്കിൽ പോലും അവർക്കും ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാണ് കൂടുതൽ ഫണ്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ തെലങ്കാന എന്ന് പറയുന്നത് കേരളത്തെക്കാൾ ലോക്സഭാ സീറ്റുകൾ കുറവുള്ളൊരു സംസ്ഥാനം. അവിടെ BRS എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ 560 കോടി ചില്ലുവാനം കിട്ടിയിട്ടുണ്ട് എന്നുകൂടി കാണുമ്പോൾ ഈ നയപരമായ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നത് ഈ ഫണ്ടിങ്ങുമായി ബന്ധപ്പെടുത്തി സ്വാഭാവികമായി ഇങ്ങനെ റിസർച്ച് നടത്തുന്നവർ പരിശോധിക്കില്ലേ? അല്ല, ഇതെല്ലാം പരിശോധിക്കാമല്ലോ. അത് ഈ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റയുടെ ബേസിൽ പല നിഗമനങ്ങളിൽ എത്താൻ കഴിയുമല്ലോ. അതാണല്ലോ അതിന്റെ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത്.
അപ്പോൾ ആ ഡേറ്റ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഡേറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പല ഫാക്റ്റും നമ്മൾക്ക് വ്യക്തമാവും എന്നുള്ളതാണ്. അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ ജനങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണമല്ലോ. അതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 19(1) അണ്ടറിൽ എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ്. ഇപ്പോൾ ഈ ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, കുചേലൻ ഈ കാലഘട്ടത്തിലായിരുന്നു ശ്രീകൃഷ്ണന് അവല് കൊണ്ട് കൊടുത്തിരുന്നത് എങ്കിൽ ശ്രീകൃഷ്ണൻ അഴിമതിക്കാരനാകുമായിരുന്നു എന്ന് പരോക്ഷമായി സുപ്രീം കോടതിയോടുള്ള വിമർശനം കൂടിയാണ് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭയക്കാനുള്ളത് ഭരിക്കുന്ന പാർട്ടികൾക്കാണ് ഏറ്റവും. അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാ കാര്യത്തിലും കണ്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. എല്ലാ കാലത്തും ഈ ഭരണകക്ഷിക്കാണ് കൂടുതൽ പൈസ കിട്ടുന്നത്. അത് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം നികേഷിന്റെ ചാനലിൽ പറഞ്ഞതുപോലെ ഈ എല്ലാ കാലങ്ങളിലും പൊളിറ്റിക്കൽ പാർട്ടീസിന്, പ്രത്യേകിച്ച് റൂളിംഗ് പാർട്ടീസിന് പൈസ കോർപ്പറേറ്റ് ഹൗസസിൽ നിന്ന് കിട്ടുമായിരുന്നു. കോർപ്പറേറ്റ് ഹൗസസിന്റെ പൈസ ഇല്ലാതെ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഡെമോക്രസി മുമ്പോട്ട് ചലിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അത് ഒരു വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് നമ്മുടെ ഡെമോക്രസിയുടെ. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഇവിടെ ശരിയായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ കോർപ്പറേറ്റിന്റെ ഹൗസസിന്റെ പണം വേണം എന്നുള്ള ഒരു അവസ്ഥ, അതെന്തൊരു ദുരവസ്ഥയാണ്. നമ്മുടെ ഡെമോക്രസി എവിടെ നിൽക്കുന്നു എന്നുള്ളത് കാണിക്കുന്ന ഒരു ഫാക്റ്റാണ് അത്. അതിനൊരു മാറ്റം വരിക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അത് മാറ്റം വരാതൊന്നും നമ്മുടെ ഈ ഡെമോക്രസി ഈ കോർപ്പറേറ്റ് ഹൗസസിന്റെ ക്യാപിറ്റലിൽ നിന്ന്, അവരുടെ പണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിന്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതൽ പാർലമെന്റ് നടപടിക്രമങ്ങൾ അതിൻ്റെ ഭാഗമായി നിന്ന് നോക്കിയിട്ടുള്ള ആളെന്നുള്ള നിലയിൽ ഒരു അക്കാദമിക് ആയിട്ടുള്ള ചോദ്യം നോക്കൂ. നെഹ്റു ഇന്ദിരാഗാന്ധി കാലഘട്ടത്തിൽ തന്നെ ടാറ്റ ബിർള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന രീതിയിലുള്ള വിശേഷണം ഇടതു പാർട്ടികളിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊരു അംബാനി അദാനി പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ സർക്കാരോ ആയിട്ടാണ് ഇതേ സംവിധാനം തന്നെ ആക്ഷേപം ഉന്നയിക്കുന്നത്. നമുക്ക് സമീപകാലത്ത് അറിയാം, അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് ജാംനഗറിന് ഇൻ്റർനാഷണൽ സ്റ്റാറ്റസ്, ജാംനഗർ വിമാനത്താവളത്തിന് ഇൻ്റർനാഷണൽ സ്റ്റാറ്റസ് നൽകുകയുണ്ടായി. നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളരെ കുറച്ച് കാലത്തെ ഈ ഇലക്ട്രൽ ബോണ്ട് മുഖേന മാത്രമുള്ള ഫണ്ടിങ് നോക്കിയാൽ തന്നെ 6000 ചില്ലുവാനം വരികയാണ് എന്നുള്ളതാണ്. അപ്പോൾ കോർപ്പറേറ്റുകൾ എന്നതിനപ്പുറത്തേക്ക് കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന സർക്കാരുകൾ എന്ന നിലയിലേക്ക് ഇവർ മാറുന്നു എന്നുള്ളതാണ്. അതെ, കോർപ്പറേറ്റുകൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോർപ്പറേറ്റുകളുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് കാര്യങ്ങൾ നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി അവരുടെ ഒരു ഇൻഫ്ലുവൻസ്, എന്തിനാണ് അവർ കൊടുക്കുന്നത്? ഒരു മോശത്തിന് വേണ്ടിയല്ലല്ലോ. അവർ പൈസ കൊടുക്കുന്നു പറഞ്ഞാൽ അവർക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടിയല്ലേ. അത് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ പൈസ കൊടുക്കുന്നത്. അപ്പം അതാണ് അത്. നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഹൗസസും പൊളിറ്റിക്കൽ പാർട്ടിയും നമ്മളൊരു ട്രാൻസാക്ഷനാണ് നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് കോർപ്പറേറ്റ് ഫണ്ടിങ് മാറ്റി നിർത്തിയിട്ട് സ്റ്റേറ്റ് ഫണ്ടിങ് ഓഫ് എലക്ഷൻസ് നടത്താതെ, അതിലേക്ക് നമ്മൾ മൂവ് ചെയ്യാതെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ക്യാരക്ടർ രക്ഷിക്കാൻ സാധ്യമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വിശാലമായ ഒരു വിഷയമാണത്. വളരെ നന്ദി CPDT ആചാര്യ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, പ്രശാന്ത് പത്മനാഭൻ.